ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ കാണുന്ന വീടാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ എടത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ റോഡിനോട് വളരെ അടുത്താണ്. നമ്മളുടെ ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 20 ഫീറ്റ് നമുക്ക് നടന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ എത്തുന്നത് ബസ് റൂട്ടിലേക്കാണ്. ആലുവ മെഡിക്കൽ കോളേജ് വഴി കളമശ്ശേരി ആ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ബസ്സുകൾ നമ്മളുടെ ഒരു വില്ലയുടെ ഫ്രണ്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ബസ് റൂട്ടിന് ഇത്രയും അടുത്ത വീടുകൾ സ്വന്തമാക്കാൻ കിട്ടുന്ന അവസരങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വീട് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ. നല്ല വൈഡ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയാണ് മെയിൻ റോഡ്. ബസ് റൂട്ടാണ് ആ കാണുന്നത്. ഈ ഒരു പ്രൊജക്ടിനകത്ത് വേറെ 2 വീടുകൾ ഉണ്ടായിരുന്നു, ഇതേ ബിൽഡറിന്റെ തന്നെ. അത് സെയിൽ ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 3ാമത്തെ വീടാണ് ഇപ്പോൾ ഈ ഒരു പ്രൊജക്ടിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈഡായ വഴി നിങ്ങൾ കണ്ടു. വീടിന്റെ പുറമേയൊക്കെ നോക്കിക്കോളൂ. നല്ല ഭംഗിയായിട്ട് സ്പേഷ്യസ് ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനൊക്കെ നോക്കുവാണെങ്കിൽ മതിലൊക്കെ സിമ്പിൾ ആയ ഡിസൈനിൽ, ഇതിന്റെ വീടിന്റെ ആണെങ്കിലും മതിലിന്റെ ആണെങ്കിലും പെയിന്റ് ഒക്കെ വളരെ കളർഫുൾ, നല്ല ഭംഗിയായി സ്റ്റാൻഡേർഡ് ആയ രീതിയിലുള്ള പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മതിൽ കംപ്ലീറ്റ് ആയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗങ്ങളിലൊക്കെ നിറയെ ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഒരു സൈഡ് ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് കയറി കൂടുന്ന ഒരു എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 6.2 സെന്റ് ആണ് ലാൻഡ് വരുന്നത്. 2900 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. എലിവേഷൻ നിങ്ങൾ കണ്ടു. പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്, ഗ്ലാസിന്റെ വർക്കുകൾ, സ്പോട്ട് ലൈറ്റുകൾ എല്ലാം കൊടുത്ത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട് 2 വഴികൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഏകദേശം ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് വന്നിട്ട് എൽ ഷേപ്പ് ആണ്. അപ്പൊ നമുക്ക് ഫ്രണ്ടിലും കിട്ടുന്നുണ്ട് വഴി, സൈഡിലും കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ളിടത്ത് സ്ഥിതി ചെയ്യുന്ന വീടുകൾ കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. വീടിന് പുറമെയുള്ള ആ ഏരിയയ്ക്ക് നിങ്ങൾ കണ്ടു. നമുക്കിനി നേരെ ഗേറ്റ് തുറന്നിട്ട് വീടിനകത്തേക്ക് കടക്കാം. മെയിൻ ഗേറ്റ് തുറന്ന് നേരെ വരുമ്പോൾ ഭംഗിയായിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റോണുകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു വാഹനത്തിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാവുന്ന ഒരു കാർ പോർച്ച് ഇവിടെ കിട്ടുന്നുണ്ട്. വലിയൊരു കാർ പോർച്ച് തന്നെയാണ്. മുകളിലൊക്കെ നോക്കിയാൽ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. EV വെഹിക്കിൾസ് നമുക്ക് ഇവിടെ ചാർജ് ചെയ്യാം. പില്ലർ നോക്കിയാൽ 2 സൈഡിലും ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. 1ാമത്തെ കാർ ഇവിടെ പാർക്ക് ചെയ്യാം. 2ാമത്തെ ഒരു വലിയ കാർ പാർക്ക് ചെയ്യാൻ നമുക്ക് വലിയൊരു സ്പേസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അവിടെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നോക്കിയാൽ കാണാം. ഫ്ലോറിലൊക്കെ ഗ്രാസ് വെച്ച് പിടിപ്പിച്ചിട്ട് എൻഡ് പോർഷനിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വലിയ കാറുകളാണെങ്കിൽ 2 വലിയ കാറുകൾക്കും, ചെറുതാണെങ്കിൽ 3 കാറുകൾക്ക് വരെയും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഒറിജിനൽ ഗ്രാസ് തന്നെയാണ് ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഫുഡ് സ്റ്റെപ്പ് വെക്കാനായിട്ട് ചെറിയ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പ്ലാന്റ് അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് നോക്കിക്കോളൂ, നല്ല സ്പേഷ്യസ് ആയിട്ടാണ് വരുന്നത്. വർക്ക് ഏരിയ ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ 1ഉം 2ഉം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കണ്ടു. കാർ പോർച്ചിന്റെ സൈഡിലൂടെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെയൊക്കെ നിറയെ ചെടികളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഭംഗിയായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ കെട്ടിയുണ്ടാക്കിയിട്ട് അതിനകത്തൊക്കെ പ്ലാന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും സറൗണ്ടിങ് ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. വീടിന് ചുറ്റിനും നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നിറയെ പ്ലാന്റ്സ് തന്നെയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു പാഷ് ഏരിയ കിട്ടുന്നുണ്ട്. നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് വരുമ്പോൾ കുറച്ചും കൂടെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് നടന്നു പോകുമ്പോൾ ആ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വടക്ക് കിഴക്കാണ് കിണർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഭംഗിയായിട്ട് നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. സിറ്റ് ഔട്ടിന്റെ താഴെ വരുന്ന ഈ പോർഷനിലൊക്കെ നോക്കിക്കോളൂ, സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ വെച്ചിട്ട് അതിനകത്ത് നിറയെ പ്ലാന്റ്സ് ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഭംഗിയായിട്ട് ഗ്രേ കളറിലുള്ള ആ ഒരു ഷെയ്ഡിലാണ് ഇവിടെ സിറ്റ് ഔട്ടിലെല്ലാം തന്നെ വിരിച്ചിരിക്കുന്നത്. നമുക്കൊരു 4 ചെയറുകൾ വരെ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ മെയിൻ ഡോറും അതിന് സൈഡിൽ കാണുന്ന ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞാൽ വുഡൻ പാനലിംഗ് ആണ്. അതായത് വിൻഡോസ് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ഏരിയ കവർ ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഫ്രണ്ട് പോർഷൻ ഇവിടെയൊക്കെ നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്.
മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ വെസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ദർശനം വരുന്നത്. ഇവിടുത്തെ എല്ലാ മരങ്ങളും തന്നെ മെജോറിറ്റി വരുന്ന മരങ്ങളും നമുക്ക് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. അകത്ത് ബാക്ക് സൈഡിലുള്ള ഒരു ചെറിയ ഡോർ മാത്രമാണ് നമുക്ക് മഹാഗണിയിൽ വരുന്നത്. അപ്പൊ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 പീസിലാണ്, ഇതുപോലെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ ലിവിംഗ് സ്പേസിലാണ്. ഈ വീടിന്റെ ലിവിംഗും ഡൈനിങ്ങും ഒക്കെ വളരെ പ്രത്യേകതകളാണ്. ബിക്കോസ് വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലോർ നോക്കാം. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഡിസൈൻ വരുന്ന നല്ലൊരു ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ താഴെ പോർഷനിൽ നമുക്ക് ഇത്രയും വിൻഡോസ് ആണ് ഈ ഒരു കോർണർ ഭാഗത്തായിട്ട് കിട്ടുന്നത്. ഈ കാണുന്ന ലിവിംഗ് ഏരിയ ഡബിൾ ഹൈറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിൽ നല്ല രീതിയിൽ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വലിയ വിൻഡോസ് ആണ് അവിടെയും വരുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും എൻഡ് ആണ് റൂഫിനെ കാണാൻ പറ്റുന്നത്. അവിടെയാണെങ്കിലും ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്നും ആലുവ മെട്രോ സ്റ്റേഷൻ വളരെ അടുത്താണ്. വെറും 6.6 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ നോക്കുവാണെങ്കിലും ആലുവ തന്നെയാണ്. 5.8 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. എയർപോർട്ടിലേക്ക് ഈസി ആയിട്ട് എത്താം, 14 കിലോമീറ്റർ. ഇടപ്പള്ളി ഭാഗത്തേക്ക് 13 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് വെറും 11 കിലോമീറ്ററും ആണ് ദൂരം വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എല്ലായിടത്തേക്കും ഈസി ആയിട്ട് എത്താവുന്ന ആക്സസ് ആണ്. ഒരുപാട് നല്ല സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, രാജഗിരി ഹോസ്പിറ്റൽ എല്ലാം നമുക്ക് ഇവിടുന്ന് ഈസി ആക്സസിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടുത്തെ നിങ്ങൾ ഏറ്റവും ടോപ്പ് റൂഫ് കൊണ്ട് കുറച്ച് ഭാഗം നമുക്ക് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. വരുന്ന വഴിക്ക് നമ്മൾ ആ ഡോർ തുറന്ന് വരുന്ന പാസേജ് ഭാഗങ്ങളെല്ലാം റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. അവിടെ ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടി വി യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഭംഗിയായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയ ഒരു കളറുള്ള വാൾപേപ്പർ ആണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെയാണ്. ധാരാളം ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് ഷെൽഫുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് ഹാൻഡ് റെയിൽസ് ആണ്, ഫുള്ളായിട്ട് ഗ്ലാസ്സിലാണ് ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അടുത്ത റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു എൻട്രൻസ് തന്നെയാണ് കിട്ടുന്നത്. അതും കംപ്ലീറ്റ് ആയിട്ട് നല്ല വീതിയായിട്ടാണ് മൾട്ടിവുഡിൽ കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഇത്രയും വലിയ ഡൈനിങ് സ്പേസ് ഉള്ള വീടുകൾ നിങ്ങൾ ഇപ്പോൾ ഈ അടുത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ബിക്കോസ് ഇതിന്റെ നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 20 അടി നീളവും 11 അടി വീതിയും ഉണ്ട്. നമുക്ക് 12 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വളരെ വലിയ സ്പേസ്. 12 എന്നത് ഞാൻ ഏറ്റവും മിനിമം ആണ് പറഞ്ഞത്. മാക്സിമം നമുക്ക് അതിനേക്കാൾ കൂടുതൽ പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന വലിയൊരു വിഡ്ത്തും ലെങ്ത്തും ഉള്ള ഡൈനിങ് ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് 4 വിൻഡോസ് കിട്ടുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെ നമുക്കൊരു പാഷ്യൂ ഏരിയയാണ് കിട്ടുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ ചെയ്തിട്ട് വാട്ടർഫോൾസ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ഇവിടെ ഇറങ്ങിയിരിക്കാനൊക്കെ നല്ല രസമാണ്. മുകളിലൊക്കെ ആണെങ്കിലും വെള്ളം ഒന്നും വീഴാതെ ഗ്ലാസ് വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കേബിള് സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ GM-ലാണ് ചെയ്തിരിക്കുന്നത്. പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ ആണെങ്കിൽ സുപ്രീമിലും അതുപോലെ ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് ജഗ്വാറിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡൈനിങ് ഹാളിലാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻഡ് റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് എല്ലാം തന്നെ വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ നോക്കിക്കോളൂ, ആ ഒരു വലിയ ഏരിയ കാണുന്നത് കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് അതിന് ചുറ്റിനും വുഡൻ ഔട്ട് ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയ ഒരു ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് എന്തായിട്ട് വേണമെങ്കിലും ഈ ഒരു ഏരിയ കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അത്രയ്ക്ക് വലിയൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ വാഷ് ഏരിയ ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നല്ല ഭംഗിയായിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ടൈലുകൾ അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അധികം കാണാത്ത റെയർ ആയിട്ടുള്ള ഒരു കളറിലാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെ ഭാഗത്തൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിലും നമുക്ക് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഗ്രേ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെയർ കേസിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ഇവിടെയായിട്ടാണ് നമ്മുടെ ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ മരത്തിന്റെ വർക്കുകളെല്ലാം തന്നെ നമുക്ക് തേക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 12.5 അടി വീതിയുമുള്ള വലിയൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഭാഗത്ത് 4 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഇവിടെയാണ് വരുന്നത്. ഈ വിൻഡോയുടെ ഇവിടെ നമുക്കൊരു വിൻഡോ ബേ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. കുഷ്യൻസ് ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കാനും കൂടി യൂസ് ചെയ്യാവുന്നതാണ്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല ഭംഗിയായിട്ട് ഗ്രേ കളറിൽ ഈ ഒരു ഭാഗത്തൊക്കെ ഗോൾഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്യാവുന്ന മോഡലിലാണ് വാർഡ്രോബുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. ഫുൾ കവർ ചെയ്യാവുന്ന ഒരു വലിയ ഡ്രസ്സിംഗ് ടേബിൾ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറിന്റെ ആ ഒരു പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്.
ഗ്രേ കളറിലുള്ള ഭംഗിയായ ടൈലാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ജാഗ്വാറിലൊക്കെ ആയിട്ടാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ വരുന്നത്. ഇനി ഇവിടുത്തെ കിച്ചൺ ആണ് കാണേണ്ടത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഭംഗിയായ ഒരു എൻട്രൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തുള്ള ടോപ്പ് സ്ലാബ് കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഗ്രേ കളർ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 ഹാങ്ങിങ് ലൈറ്റ്സ് നമുക്ക് എൻട്രൻസിൽ തന്നെ കിട്ടുന്നുണ്ട്. ഒരു 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് നമുക്ക് കിച്ചണകത്ത് കിട്ടുന്നത്. കിച്ചണിനകത്തെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളർ ടൈല് തന്നെയാണ്. 4 വിൻഡോസ് ഒരു സൈഡിലും 2 വിൻഡോസ് ഈ സൈഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെയും ടോപ്പ് പോർഷൻ വന്നിട്ട് ഗ്രേ കളർ ഗ്രാനൈറ്റ് തന്നെയാണ്. സിങ്കും പൈപ്പ് കണക്ഷനും ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് താഴെ ഒരു ലെയറിലും മുകളിൽ 2 ലെയറിലുമായിട്ട് നിറയെ കിച്ചൺ ക്യാബിനറ്റ്സ് ആണ്. അതും ഗ്രേ ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഹിന്ദു വെയറിന്റെയാണ് നമുക്ക് അവിടെ ഒരു ചിമ്മിണി കിട്ടുന്നത്. ഈ ഒരു സൈഡ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെയും നിറയെ കിച്ചൺ ക്യാബിനറ്റ്സ് ആണ്. മിഡിൽ പോർഷനിലൊക്കെ ഗ്ലാസ് ഇട്ടിട്ടാണ് ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം കളർ കോമ്പിനേഷനിൽ ഫ്രിഡ്ജ് വെക്കാനായിട്ട് ഇവിടെ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. കിച്ചന്റെ റൂഫിൽ സിമ്പിൾ ആയിട്ടാണ്, പക്ഷെ നമുക്ക് കുറച്ച് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് അവിടെ കിട്ടുന്നത്. കിച്ചന്റെ അടുത്തായിട്ട് തന്നെ വർക്ക് ഏരിയ വരുന്നുണ്ട്. വലിയൊരു വർക്ക് ഏരിയ ആണ് നമുക്ക് കിട്ടുന്നത്. സൈഡെല്ലാം പോറി കാർബൺ ഷീറ്റും മുകളിൽ PVC പാനലും ചെയ്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ ഡോർ വെച്ചിട്ടുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും ഇവിടെയാണ് വരുന്നത്. വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ വിരിച്ചിരിക്കുന്നത്. താഴെയൊക്കെ നോക്കിയാൽ നിറയെ കബോർഡുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഡൈനിങ് ഹാളിലാണ്. ഡൈനിങ് ഹാളിന്റെ ഈ ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഒരു ബെഡ്റൂം ഇവിടെയാണെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂം ഓപ്പോസിറ്റ് സൈഡിലാണ്. നല്ല പ്രൈവസി കൊടുത്തിട്ടാണ് ബെഡ്റൂമുകൾ ചെയ്തിരിക്കുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം തന്നെയാണ്. 13 അടി നീളവും 12.5 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 4 വിൻഡോസും ഇവിടെയായിട്ട് ബാക്കിയുള്ള 4 വിൻഡോസുമാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട സ്ലൈഡ് ചെയ്യാവുന്ന അതേപോലെ തന്നെ സെയിം ഒരു വാർഡ്രോബ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി ഈ ഒരു ഭാഗത്തായിട്ട് അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. വലിയ ഫുൾ കവർ ചെയ്യാവുന്ന ഒരു മിററും ഇവിടെ നിറയെ ഓപ്പൺ ഷെൽഫുകളും താഴെ ഡ്രോയും ഒക്കെ കൊടുത്തിട്ടാണ് നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഗ്രേ കളർ തന്നെയാണ് ടൈലുകളൊക്കെ വരുന്നത്. ഫിറ്റിംഗ്സ് എല്ലായിടത്തും കോമൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് ആദ്യത്തെ ലാൻഡിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് വലിയൊരു ഗ്ലാസ് ഒരു പോർഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ കവർ ചെയ്ത് കിട്ടുന്നത്. നല്ല രീതിയിൽ സൺലൈറ്റ് അകത്തേക്ക് എൻട്രി ചെയ്യാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. കടന്നു പോകുന്ന വഴികളിലെല്ലാം ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഷോ ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വളരെ ഭംഗിയായിട്ടൊരു ഷാൻലിയർ ആണ് ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അടുത്ത് അതിന്റെ ഭംഗി നന്നായിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കറക്റ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ് എത്തി നിൽക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ നേരെ വരുന്ന സമയത്ത് നമുക്കിവിടെ വലിയൊരു ഹാളാണ് കിട്ടുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വോളിലാണ് നമുക്ക് അതിന് കേബിൾ വരാനുള്ള ലൈനും ഇലക്ട്രിക് ഫിറ്റിംഗ്സും എല്ലാം വരാനുള്ള പ്ലഗും പവർ പോയിന്റും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാളിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. നമുക്ക് ഇവിടെ വലിയൊരു ഏരിയ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെയും നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. അതായത് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് ഞാൻ പറഞ്ഞു 2900 ആണ്. ഏകദേശം 3000-നടുത്ത് സ്ക്വയർ ഫീറ്റ് വരുന്നത് കൊണ്ട് തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടുത്തെ എല്ലാ ഏരിയകളും തന്നെ ചെയ്തിരിക്കുന്നത്. ഈ റൂഫ് നിങ്ങളൊന്ന് കംപ്ലീറ്റ് നോക്കിക്കോളൂ. ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് ഇവിടെ എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ട് രീതിയിലാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമാണ് എല്ലാ ഫിറ്റിംഗ്സും ഇവിടെ വരുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന് ഇവിടുത്തെ ഒരു വലിയ ഹാള് കണ്ടു. അതിനുശേഷം ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമുകളുടെ എല്ലാം ഡോർ പാറ്റേൺ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 13 അടി നീളവും 13 അടി വീതിയുമുള്ള ഒരു വലിയ ബെഡ്റൂം തന്നെയാണ് കിട്ടുന്നത്. 2 സിംഗിൾ വിൻഡോസ് ഇവിടെയും 4 വിൻഡോസ് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട സെയിം കളർ കോമ്പിനേഷനുള്ള സ്ലൈഡ് ചെയ്യാവുന്ന വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് ഫുൾ കവർ ചെയ്യാവുന്ന വലിയൊരു ഡ്രസ്സിംഗ് ടേബിൾ ആയിട്ടല്ല വലിയൊരു മിറർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നേരത്തെ കണ്ട 2 ബാത്റൂമുകൾ പോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടാണ് മൂന്നാമത്തെ ബാത്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞു. അതിനടുത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നത്. വലിയൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കുറച്ച് ഡാർക്ക് ഗ്രേ ആയിട്ടുള്ളൊരു ഫ്ലോറിംഗ് ടൈലുകളാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. റൂഫിൽ ഫുൾ ആയിട്ട് PVC പാനലിംഗ് കൊടുത്തിട്ട് വലിയ ബൾബുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്.
ഒരു ചെറിയ ഡോർ അവിടെ നിങ്ങൾക്ക് കാണാം. അത് തുറന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയ കണ്ടതിന് ശേഷം നമ്മൾ ഹാളിന്റെ ഈ ഒരു ഭാഗത്തൂടെ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ പോകുന്ന ഈ ഒരു ഡോർ വന്നിട്ട് ബാൽക്കണിയിലേക്കാണ്. ഓരോ ഏരിയകളും നിങ്ങൾ കണ്ടോളൂ, വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ നിങ്ങൾ തന്നെ ഈ കാണുന്ന ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇട്ടിരിക്കുന്നത് നമ്മുടെ ലിവിംഗ് സ്പേസിന്റെ നേരെ മുകളിലായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ ഒരു ടോപ്പ് എൻഡ് ആണ്. ഇവിടെ നല്ല ഭംഗിയായിട്ട് ആ ഒരു ഷാൻലിയർ ഇട്ടിരുന്ന് നമുക്ക് കുറച്ചും കൂടെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ അടുത്ത് വിസിബിൾ ആണ്. ഇതിന് താഴെ ആയിട്ടാണ് ലിവിംഗ് ഏരിയ വരുന്നത്. നമുക്ക് ഈ ഭാഗത്തൊക്കെ ആയിട്ട് നിറയെ വിൻഡോസ് ആണ് വരുന്നത്. നമ്മൾ ഈ ഒരു ഡോർ തുറന്ന് നേരെ വരുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. വളരെ വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ ഇട്ടിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. താഴെ നിന്നുള്ള പില്ലറിന്റെ കണ്ടിന്യൂഷൻ ആണ് മുകളിലേക്ക് വരുന്നത്. നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു കവേർഡ് ബാൽക്കണി കൂടാതെ നമുക്ക് താഴെയായിട്ട് ഒരു ഓപ്പൺ ബാൽക്കണി കിട്ടുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് വഴി നമുക്ക് നേരെ ഓപ്പൺ ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്നതാണ്. അത്യാവശ്യം നമുക്ക് സൺലൈറ്റ് ഒക്കെ വേണ്ടപ്പോൾ മഴയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണമെങ്കിലും ഇവിടെ നമുക്ക് നിൽക്കാവുന്നതാണ്. ഇതിന്റെ നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ഒക്കെ ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ബാൽക്കണി കണ്ടത്. അതിനുശേഷം നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം കാണാനായിട്ടാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത്. 13 അടി നീളവും 12.5 അടി വീതിയുമുള്ള നല്ലൊരു വലിപ്പമുള്ള ബെഡ്റൂം ആണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഇവിടെ 4 വിൻഡോസും ഇവിടെയും 4 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള റൂമുകളിലൊക്കെ കണ്ട പോലെ തന്നെയുള്ള സെയിം വാർഡ്രോബ് തന്നെയാണ്. ഇതും സ്ലൈഡിംഗ് മെത്തേഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫുകളിൽ എല്ലായിടത്തും കോമൺ പാറ്റേൺ തന്നെയാണ്. സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു മിററും ഇവിടെ എല്ലാം നിറയെ ഓപ്പൺ ഷെൽഫുകളും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബാത്റൂമുകൾ പോലെ തന്നെ സെയിം ടൈലുകൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ബാത്റൂമിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭംഗിയുള്ള വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ എടത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് മെയിൻ റോഡിനോട് വളരെ അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 3 വില്ലകളാണ് ഇവിടെ ഉള്ളത്. 2 എണ്ണം സെയിലായി. ഈ ഒരു വീട് കൂടിയാണ് നമുക്കിനി സെയിലിനായിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലാൻഡ് അളവിലും നല്ല സ്ക്വയർ ഫീറ്റിലുമാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇതിന്റെ വീഡിയോ കണ്ടതുപോലെ തന്നെയാണ് ഇതിന്റെ ബെഡ്റൂമുകളുടെ വലുപ്പമൊക്കെ. എല്ലാ വലുപ്പവും നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് വീട് കണ്ടാലാണ് അറിയാൻ പറ്റുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഓരോ ഏരിയകളിലും. ഈച്ച് ആൻഡ് എവറി കോർണേഴ്സ് വളരെ സ്പേസ് കൊടുത്തിട്ടാണ്. 4 ബെഡ്റൂമുകളാണെങ്കിൽ 4 നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ 4 ബാത്റൂമുകൾ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയ രീതിയിലാണ് ഫിറ്റിംഗ്സും കിച്ചൺ ക്യാബിനറ്റ്സും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 6.2 സെന്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2900 സ്ക്വയർ ഫീറ്റ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിനുള്ളത്. 6.2 സെന്റ് ലാൻഡിൽ 2900 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നമുക്ക് വെൽ വാട്ടർ ഉണ്ട്. മറ്റൊരു ഓപ്ഷൻ KW ആണ്. വലിയ കാറുകളാണെങ്കിൽ 2 എണ്ണവും ചെറുതാണെങ്കിൽ 3 കാറുകളും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്ര മനോഹരമായ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,48,00,000 രൂപയാണ്. 1.48 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീടിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇഷ്ടപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.